കൊപ്പം മേഖലയിലെ ക്ഷേത്രങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണ കേസിലെ പ്രതികളെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6 അംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊപ്പം കരിങ്കനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചിരിക്കുന്നത്. വെളുത്തൂർ ചെമ്പ്രയിലും മോഷണം നടത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച വസ്തുക്കൾ കഴിഞ്ഞ ദിവസം തൃത്താലയിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടക്കാരന് സംശയം തോന്നിയെ തുടർന്ന് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് തൃത്താല പോലീസിന്റെ സഹകരണത്തോടു കൂടിയാണ് കൊപ്പം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത്, വെളിയൂർ കരിങ്ങാട് സ്വദേശി വൈഷ്ണവ്, പട്ടിത്തറ ആലൂർ സ്വദേശി മുഹമ്മദ് ഷിബിൽ, തൃത്താല പട്ടിത്തറ ആലൂർ സ്വദേശി അശ്വിൻ, ആലൂർ സ്വദേശി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. 19നും 22നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് 6 പേരും. ഇവർ ഒരുമിച്ച് പഠിച്ചവരാണെന്നും പോലീസ് പറഞ്ഞു. ഇവർ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കൊപ്പം SI അനന്തകൃഷ്ണൻ പറഞ്ഞു. പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ തൃത്താല പോലീസിന്റെയും കൊപ്പം പോലീസിന്റെയും സഹായത്തിൽ പിടിച്ചിട്ടുണ്ട്. അവർ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിലും ചില വീടുകളിൽ നിന്ന് അടക്കാമോഷണവും എല്ലാം നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അവരുടെ കൂടുതൽ വിശദ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നു. കരിങ്ങനാട് കൊപ്പം വിളയൂർ കരിങ്ങനാടുള്ള കരിപ്പമണ്ണ ക്ഷേത്രത്തിലെ ഓട്ടുരുളികളും മറ്റു പാത്രങ്ങളൊക്കെ എടുത്തതായിട്ട് അവർ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ചെമ്പ്ര ഭാഗങ്ങളിലെ ചില വീടുകളിൽ നിന്ന് അടക്കാമോഷണം നടത്തി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചെമ്പ്രയിലെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഈ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ മോഷണം നടത്തി വിറ്റതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അന്വേഷണം നടത്തി വരുന്നുണ്ട്. പോലീസ് അന്വേഷണ സംഘത്തിൽ ASI അനന്തകൃഷ്ണന് പുറമെ SI നന്ദകുമാർ, ASI മണി, SCPO മുരുകൻ, SCPO രതീഷ്, SCPO ശ്രീജിത്ത്, CPO ഷിജു എന്നിവരും ഉണ്ടായിരുന്നു.